ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ക്ലാസ് 8 ചാപ്റ്റർ 1 റാഷണൽ നമ്പേഴ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്താണ്, റാഷണൽ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ക്ലോഷർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒക്കെ ഇതിന് മുമ്പത്തെ പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇന്ന് നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി തൊട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള പാർട്ട് നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ. അസോസിയേറ്റിവിറ്റി. ഇവിടെയും നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഈ 4 ഓപ്പറേഷൻ വെച്ചിട്ടും റാഷണൽ നമ്പേഴ്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അസോസിയേറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ആദ്യം അഡീഷൻ ആണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. 2/3 പ്ലസ് -5/7 പ്ലസ് 3/8, അതൊരു ബ്രാക്കറ്റിനുള്ളിലാണ്, ഈക്വൽ ടു 2/3 പ്ലസ് -5/7, അത് ബ്രാക്കറ്റിലാണ്, പ്ലസ് 3/8. ഇതിൻ്റെ വാല്യൂ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ ലെഫ്റ്റിൽ ഈക്വൽ ടു സൈൻ്റെ ലെഫ്റ്റിലുള്ളതും റൈറ്റിലുള്ളതും സെയിം ആണെങ്കിൽ നമുക്ക് പറയാം അഡീഷൻ ഈസ് അസോസിയേറ്റീവ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. അതിനകത്തുള്ളി ബ്രാക്കറ്റിനുള്ളിലുള്ള ആ പോർഷൻ ആദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണല്ലോ, ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ബ്രാക്കറ്റിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ബ്രാക്കറ്റിനുള്ളിലുള്ളത് ആദ്യം ചെയ്യാം. അപ്പോൾ -5/7 പ്ലസ് 3/8 ചെയ്യുമ്പോൾ -40 പ്ലസ് 21/56, അപ്പോൾ -19/56 എന്ന് കിട്ടും. ഇനി ഫസ്റ്റ് 2/3 എന്നുള്ള ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 2/3 പ്ലസ് -19/56, 56 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 112, -57/56 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 168 കിട്ടും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 55/168 എന്ന് കിട്ടും. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടിയത് 55/168 എന്നാണ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കാം. അപ്പോൾ 2/3 പ്ലസ് -5/7 ആ ബ്രാക്കറ്റിനുള്ളിലുള്ളതാണ്, അത് ആദ്യം ചെയ്യുക. അപ്പോൾ 2/3 പ്ലസ് -5/7 ചെയ്യുമ്പോൾ നമുക്ക് 14 -15/21 എന്ന് കിട്ടും, ഈക്വൽ ടു -1/21. ഇനി അതിനോട് ഈ ടേം ആഡ് ചെയ്യണം. അപ്പം -1/21 പ്ലസ് 3/8 ചെയ്യുമ്പോൾ -8 പ്ലസ് 63/21 ഇൻറ്റു 8 ചെയ്യുമ്പോൾ 168 കിട്ടും. ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് -8 പ്ലസ് 63 ചെയ്യുമ്പോൾ നമുക്ക് 55/168 കിട്ടും. അതായത് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കിട്ടിയിരിക്കുന്നത് 55/168 ആണ്. അതായത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു സൈനിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും സെയിം ആൻസർ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അഡീഷൻ ഈസ് അസോസിയേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. അടുത്തത് സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സെയിം എക്സാമ്പിൾ, സെയിം നമ്പേഴ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അഡീഷന് പകരം സബ്ട്രാക്ഷൻ ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ഇവിടെയും നമുക്ക് LHS ഈക്വൽ ടു RHS ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ LHS എടുക്കാം. LHSനകത്ത് ബ്രാക്കറ്റിനുള്ള ടേം ആദ്യം സോൾവ് ചെയ്യാം. അപ്പോൾ -5/7 -3/8, ഇത് ചെയ്യുമ്പോൾ നമുക്ക് -40 -21/7 to 8 56 കിട്ടും. -61/56 എന്ന് കിട്ടി. ഇനി ഇത് നമുക്ക് 2/3 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 2/3 -61/56, അപ്പോൾ 2/3 പ്ലസ് 61/56. ഇനി 56 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 112 കിട്ടും. 61 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 183 കിട്ടും. 56 ഇൻറ്റു 3 156 ഇൻറ്റു 3 168 കിട്ടും. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 5 8 പ്ലസ് 1 9 1 പ്ലസ് 1 പ്ലസ് 1 2 295/168 എന്ന് കിട്ടും. അടുത്തത് നമുക്ക് അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് 295/168 എന്ന് കിട്ടി. ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ ബ്രാക്കറ്റിനുള്ളത് ആദ്യം ചെയ്യാം. അപ്പോൾ 2/3 -5/7, അപ്പോൾ 2/3 പ്ലസ് 5/7. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്കും LCM 21, അപ്പോൾ 7 to 2 14 പ്ലസ് 3 into 5 15, അപ്പോൾ 29/21 എന്ന് കിട്ടും. ഇനി അത് 29/21 നിന്ന് നമുക്ക് 3/8 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 29 ഇൻറ്റു 8 ചെയ്യുമ്പോൾ 30 ഇൻറ്റു 8 ചെയ്താൽ 8 ഇൻറ്റു 3 240, 240 മൈനസ് 8 ചെയ്താൽ മതി. അപ്പോൾ 232
minus 3 into 21 63 by 21 into 8 ചെയ്യുമ്പോൾ 8 168. ഇനി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 12 നിന്ന് 3 പോകുമ്പോൾ 9 ഇനി 22 ഇന്ന് 6 പോകുമ്പോൾ 16 169 by 168 കിട്ടും. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടിയത് 169 by 168. അപ്പോൾ 2 നമ്മുടെ ലെഫ്റ്റ് കിട്ടിയതും റൈറ്റ് കിട്ടിയതും തമ്മിൽ ഈക്വൽ അല്ല. സോ നമുക്ക് എന്ത് പറയാം? Subtraction is not associative for rational numbers. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷനും ഇതേപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ചെയ്യാം. ബ്രാക്കറ്റിനുള്ളിലുള്ളത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ബ്രാക്കറ്റിനുള്ളിലുള്ളത് ചെയ്യാം. അപ്പോൾ -5/7 ഇൻറ്റു 3/8 ചെയ്യുമ്പോൾ -15/56 കിട്ടും. ഇനി അതിനോട് കൂടി 2/3 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2/3 ഇൻറ്റു -15/56 ഈക്വൽ ടു, ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 15ഉം 3ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. ഇനി 56ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 28 കിട്ടും. അപ്പോൾ -5/28 എന്ന് കിട്ടും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ -5/28 കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കാം. 2/3 ഇൻറ്റു -5/7 ബ്രാക്കറ്റിനുള്ള ടൈമാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ -10/21 കിട്ടും. ഇനി അതിനോട് കൂടി നമുക്ക് 3/8 ഈ ലാസ്റ്റ് ടേം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ -10/21 ഇൻറ്റു 3/8 ചെയ്യുമ്പോൾ ഇവിടെ 3ഉം 21ഉം ക്യാൻസൽ ചെയ്യാം 7 കിട്ടും. 8ഉം 10ഉം ക്യാൻസൽ ചെയ്യാം 5/4 കിട്ടും. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -5/28 കിട്ടും. അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലും -5/28 കിട്ടി. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ നമുക്ക് പറയാം മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ്. അടുത്തത് ഡിവിഷൻ ആണ്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ബ്രാക്കറ്റിനുള്ളിലുള്ള ടൈം ആദ്യം ചെയ്യാം. അപ്പോൾ ഇവിടെ -5/7 ഡിവൈഡഡ് ബൈ 3/8 ആണ്. അപ്പം -5/7 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക 8/3. അപ്പോൾ നമുക്ക് -40/21 കിട്ടും. ഇനി ആദ്യത്തെ ടേം 2/3 ഡിവൈഡഡ് ബൈ ചെയ്യുക. 2/3 ഡിവൈഡഡ് ബൈ -40/21 ചെയ്യുമ്പോൾ 2/3 ഇൻറ്റു 21 by -40. ഇവിടെ നമുക്ക് 21 3 ക്യാൻസൽ ചെയ്യാം 7 ടൈംസ്. 2ഉം 14 ക്യാൻസൽ ചെയ്യാം 20 വരും. അപ്പോൾ നമുക്ക് ആൻസർ -7/20 എന്ന് കിട്ടും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് -7/20. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കാം. അവിടെ ബ്രാക്കറ്റിനുള്ളത് ആദ്യം ചെയ്യാം. അപ്പോൾ 2/3 ഡിവൈഡഡ് ബൈ -5/7 എന്ന് പറയുമ്പം അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ റെസിപ്രോക്കൽ എന്ത് വരും? -7/5. അത് ചെയ്യുമ്പോൾ നമുക്ക് -14/15 എന്ന് കിട്ടും. ഇനി ഡിവൈഡഡ് ബൈ 3/8 ചെയ്യണം. അപ്പം -14/15 ഇൻറ്റു 8/3 റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ -14 ഇൻറ്റു 8 ചെയ്യുമ്പോൾ നമുക്ക് -112 കിട്ടും. ഇനി 15 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 45. അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് -112/45. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡിവിഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ്. അടുത്തത് ഐഡന്റിറ്റി ആണ്. ദ റാഷണൽ നമ്പർ 0 ഈസ് ദ അഡിറ്റീവ് ഐഡന്റിറ്റി ഫോർ റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു റാഷണൽ നമ്പറിനോട് ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതേ നമ്പർ തന്നെ കിട്ടുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ആഡ്, അഡീഷൻ അതൊക്കെ ആലോചിക്കുക. അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 0 ആണ് ഫോർ റാഷണൽ നമ്പേഴ്സ്. ഇനി അടുത്തത് ദ റാഷണൽ നമ്പർ 1 ഈസ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഫോർ റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഒരു റാഷണൽ നമ്പറിനോട് ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം നമ്പർ തന്നെ കിട്ടുവാണെങ്കിൽ അതിനെ നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയും. അപ്പോൾ 1 ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഓഫ് റാഷണൽ നമ്പേഴ്സ്. അടുത്തത് ഇൻവേഴ്സ്. ദ നെഗറ്റീവ് ഓർ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദ റാഷണൽ നമ്പർ a/b ഈസ് നെഗറ്റീവ് a/b ആൻഡ് വൈസ് വെർസ. അപ്പോൾ a/b എന്ന് ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയുന്നത് -a/b. ഇനി a/bയും -a/bയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഇനി അടുത്തത് ദ റെസിപ്രോക്കൽ ഓർ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ റാഷണൽ നമ്പർ a/b ഈസ് c/d ഇഫ് a/b ഇൻറ്റു c/d ഈക്വൽ ടു 1. അതായത് ഒരു നമ്പരും അതിൻ്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ പ്രോഡക്റ്റ് നമുക്ക് 1 ആയിട്ട് കിട്ടണം.
അടുത്ത പ്രോപ്പർട്ടിയാണ് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി. അപ്പം ആ റൈറ്റ് സൈഡിലുള്ള ബോക്സ് നോക്കുക. ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അപ്പോൾ നമ്മളൊരു 3 റാഷണൽ നമ്പർ എടുത്തു, എ, ബി ആൻഡ് സി. ഇത് എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു ആ എനെ ആ ബിക്കും സിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എ ബി പ്ലസ് എ സി. ഇനി അടുത്തത് എ ഇൻറ്റു ബി മൈനസ് സി. അപ്പം അവിടെയും എനെ ബിക്കും സിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം എ ബി മൈനസ് എ സി. ഇനി ഇവിടെ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. 7/5 ഇൻറ്റു -3/12 പ്ലസ് 7/5 ഇൻറ്റു 5/12. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ രണ്ട് ടേമിലും കോമൺ ആയിട്ട് വരുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 7/5 രണ്ടാമത്തേനകത്തും 7/5 കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 7/5നെ പുറത്തെടുക്കാം. അപ്പോൾ 7/5 ഇൻറ്റു, ഇനി ഫസ്റ്റ് ടേമിൽ മിച്ചമുള്ളത് -3/12, ഇടയിലുള്ള സൈൻ പ്ലസ്, അപ്പോൾ പ്ലസ് 5/12. ഇനി 7/5നെ അതുപോലെ തന്നെ എഴുതി ബ്രാക്കറ്റിനുള്ള ടേമിനെ അഡീഷൻ ചെയ്യാം. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെയും ഡിനോമിനേറ്റർ 12 ആണ്. അതുകൊണ്ട് നമുക്ക് നേരെ തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ -3 + 5/12 ഈക്വൽ ടു 7/5 ഇൻറ്റു 2/12 ഈക്വൽ ടു 7/5 ഇൻറ്റു 2ഉം 12നകത്തും 2 കോമൺ ഉണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് 1/6 കിട്ടും. അതായത് 7/30. ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ഒരു എക്സസൈസ് ആണ്. യൂസിങ് അപ്രോപ്രിയേറ്റ് പ്രോപ്പർട്ടീസ് ഫൈൻഡ് -2/3 ഇൻറ്റു 3/5 പ്ലസ് 5/2 മൈനസ് 3/5 ഇൻറ്റു 1/6. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പഠിച്ച എല്ലാ പ്രോപ്പർട്ടീസും യൂസ് ചെയ്യാം. കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ് എല്ലാം ഏതൊക്കെ ഇതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റും അതെല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേമിൽ ഒരു 3/5 ഉണ്ട്, ലാസ്റ്റ് ടേമിൽ ഒരു 3/5 ഉണ്ട്. അപ്പോൾ ഇവർ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. പക്ഷേ ഇവർ കോമൺ ആയിട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് ഇവരെ നമുക്ക് അടുത്തടുത്താക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 5/2ഉം ഈ ലാസ്റ്റ് ടേമും ഇവർ തമ്മിൽ ഇവരുടെ പൊസിഷൻസ് സ്വാപ്പ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് യൂസ് ചെയ്യാവുന്ന പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് ഇതിൻ്റെ പൊസിഷൻസ് സ്വാപ്പ് ചെയ്യാം. അപ്പോൾ -2/3 ഇൻറ്റു 3/5 മൈനസ് 3/5 ഇൻറ്റു 1/6 പ്ലസ് 5/2. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ്. ഇനി ഈ ഫസ്റ്റ് ഈ ടേമിലും ഈ സെക്കൻഡ് ടേമിലും കോമൺ ആയിട്ടുള്ളത് 3/5. അപ്പോൾ 3/5നെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ടേമിൽ നിന്ന് 3/5 എടുത്ത് കഴിയുമ്പോൾ പിന്നെയുള്ളത് -2/3. സെക്കൻഡ് ടേമിൽ നിന്ന് നമ്മൾ 3/5 എടുത്ത് കഴിയുമ്പോൾ പിന്നെയുള്ളത് -1/6 പ്ലസ് 5/2 ഈക്വൽ ടു 3/5 അങ്ങനെ തന്നെ എഴുതി ബ്രാക്കറ്റിനുള്ള ടേം ചെയ്യാം. അപ്പോൾ ഇവിടെ 3ഉം 6ഉം ആണ്. അപ്പോൾ LCM എന്ത് വരും? 6 വരും. അപ്പോൾ -4 - 1 പ്ലസ് 5/2 ഈക്വൽ ടു, ഇനി 3/5 അതുപോലെ തന്നെ എഴുതാം. -4 - 1 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -5/6 പ്ലസ് 5/2. ഇനി ഈ 5ഉം ഈ 5ഉം ക്യാൻസൽ ചെയ്ത് കളയാം. ഈ 3ഉം ഈ 6ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 2 കിട്ടും. ഈക്വൽ ടു നമുക്ക് -1/2 പ്ലസ് 5/2. പിന്നെ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ അടിയിൽ 2 എഴുതി. ഇനി -1 പ്ലസ് 5. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. 4/2 ഈക്വൽ ടു 2. ഇതാണ് ആൻസറാണ് 2. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി എഴുതിയിട്ടില്ല. ഇതിടെ നമ്മൾ 3/5 കോമൺ ആയിട്ട് എടുത്തു. -2/3 - 1/6 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത പ്രോപ്പർട്ടി എഴുതണം. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി